ഹായ്. ഇന്നത്തെ ഒരു ലൈവ് ട്രേഡ് ആണിത്. സോ നമ്മള് നിഫ്റ്റിയില് രാവിലെ നമ്മളൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം ജസ്റ്റ് ഒരു ബൈങ് അവിടെ കണ്ടു. ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഇൻഡിസിഷൻ ആയിരുന്നു. അതിന് ശേഷം ഒരു ബൈങ് കണ്ടു. ബൈങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മുകളിൽ കയറുന്നതാണ്. അപ്പൊ ഇവിടെ മോസ്റ്റ്ലി റീറ്റെയിലേഴ്സ് ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടോ, ബ്രേക്ക് ഔട്ട് കണ്ടിട്ടോ. സോ അവരെ ട്രാപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ താഴെ കൊണ്ട് ഈ ഒരു റേഞ്ചിൽ ചെറിയൊരു ബ്രേക്ക് ഡൗൺ താഴേക്ക് വന്നത് വീണ്ടും അവിടെ ഒരു നല്ലൊരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ കാണിച്ചു. ഓക്കെ, സോ അപ്പൊ വീണ്ടും ഇവിടെ ബൈ ചെയ്തവര് ഇവിടെ ഓൾറെഡി പൊസിഷൻസ് ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയ റീറ്റെയിലേഴ്സ് ഇവിടെ പുതിയ ബൈ എടുത്തിട്ടുണ്ടാവും ഈ ഒരു ക്യാൻഡിലേക്ക്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ അത് ട്രാപ്പ് ചെയ്തു അല്ലെ. അത് ട്രാപ്പ് ചെയ്തിട്ട് സെല്ലേഴ്സ് ഡോമിനൻസ് കാണിച്ചു. ഓക്കെ, സോ അതിനുശേഷം മാർക്കറ്റ് പതിയെ 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 താഴേക്ക് പോകുന്നു. പക്ഷെ നമ്മൾ ഇവിടെ ഒന്നും എൻട്രി എടുത്തില്ല. നമ്മൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് ഇതിന്റെ മുകളിൽ പോവുകയാണെങ്കിൽ നമ്മളൊരു കോൾ എൻട്രി ഗ്രൂപ്പിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെലിഗ്രാം ഗ്രൂപ്പിൽ. നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻ ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ഇവിടെ കണ്ടില്ല, രാവിലെ കൊടുത്ത ട്രേഡാണ്. സോ നമ്മളത് ഈ ഒരു കണ്ടില്ല, ഈ ഒരു 22,600 സി ബൈ ചെയ്യാൻ തുടങ്ങി. CMB എബോ 22,665. 665 എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആണ്. ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഇതിന് മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ കോൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ മാർക്കറ്റ് പോയില്ല. ഓക്കെ, ക്യാൻഡിൽ വന്നു. നമ്മൾ അപ്പൊ തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, എൻട്രി നോട്ട് പ്രിഗേഡ്. നിങ്ങൾക്ക് സമയം ഇവിടെ കാണാൻ പറ്റും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മാർക്കറ്റ് വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ നമുക്കൊരു പ്രൈസ് ആക്ഷൻ കണ്ടു. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുത്തു. ഓക്കെ, സോ ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ് എങ്കിൽ പോലും നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഒരു എൻട്രി എടുത്തു. ഗുഡ് സൈഡ് എൻട്രി ആണ് നമ്മൾ പറഞ്ഞത്. അതേ ഗ്രൂപ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, നമ്മൾ ഇട്ടു 22,600 PE ബൈ ചെയ്യുമ്പോൾ CMB SL എബോ 22,530. അതായത് 530യുടെ മുകളിൽ മാർക്കറ്റ് കയറി കഴിഞ്ഞാൽ SL. ഓക്കെ, അതായത് ഈ ഒരു ലെവല് 530, അതിന്റെ മേളിൽ പോയി കഴിഞ്ഞാൽ SL അടിക്കാൻ പറഞ്ഞു. ടാർഗറ്റ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് കൊടുത്തത് ഏകദേശം 430 എന്നുള്ള ഫസ്റ്റ് ടാർഗറ്റ് കൊടുത്തു. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 340 ഓക്കെ, സോ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രീമിയത്തിൽ ഒരു 40 പോയിന്റ്സോളം കിട്ടി. ഓക്കെ, സോ നമ്മുടെ ഒരു റൂൾ അനുസരിച്ച് നമ്മൾ മാക്സിമം 40 പോയിന്റ്സ് പ്രീമിയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിലും പ്രോഫിറ്റ് നമ്മൾ ലോക്ക് ചെയ്യും, അതായത് ഒരു ഹാഫ് പൊസിഷൻ നമ്മൾ ബുക്ക് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ ട്രെയിൽ ചെയ്യും. ട്രെയിൽ ചെയ്ത് നമ്മൾ കിട്ടിയ 40 പോയിന്റ്സ് നമ്മൾ ഒരിക്കലും കളയരുത്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് ട്രയൽ ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മുടെ ടാർഗറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 40 പോയിന്റ്സ് കിട്ടിയോണ്ട് ഞാൻ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടു. അറിയില്ല, നമ്മൾ 147.9 22,600 പുറത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത്. സോ അത് 188 വരെ പോയി, അതായത് 40 പോയിന്റ്സ് മൂവ് ചെയ്തു. അപ്പൊ നമ്മൾ 40 പോയിന്റ്സ് മൂവ് ലോങ് പ്രോഫിറ്റ് ട്രയൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടവർക്ക് വെയിറ്റ് ചെയ്യാം, ട്രയൽ ചെയ്യാം. സോ എന്താണ് 40 പോയിന്റ് എന്തായാലും മിസ് ചെയ്യരുത്, അത് നമ്മൾ എന്തായാലും ലോക്ക് ചെയ്യണം. സോ സ്വാഭാവികമായിട്ടും ഈ ഒരു 2 ക്യാൻഡിൽ ചിലപ്പോൾ 40 പോയിന്റ് ട്രയൽ ചെയ്യുന്നപ്പോൾ തന്നെ നമുക്ക് എൻട്രി ഐ മീൻ ട്രേഡ് എക്സിറ്റ് ആയിട്ടുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല, ഈ ഒരു രണ്ട് ബുള്ളിഷ് ക്യാൻഡിൽ വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ആ 40 പോയിന്റ്സിന്റെ ഒരു ട്രേഡ് നമുക്ക് എക്സിറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് ആ 40 പോയിന്റ്സ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, സോ അതാണ് ഇന്നത്തെ ഒരു ട്രേഡ്. സോ ഇതെന്തുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഗ്രീൻ ക്യാൻഡിൽ കണ്ടതിന് ശേഷം മാർക്കറ്റ് ഡേലോടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ ഒരു ട്രേഡ് പെട്ടെന്ന് എടുത്തു എന്നതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് എടുത്തു എന്നതിന്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെയുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്പർ താഴെയുണ്ട്. സോ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സോ ആ ലോജിക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ ഞാൻ ഇത് കൃത്യമായിട്ട് ഇവിടെ ഒരു ലോജിക് ഉണ്ട്, ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ട്. അത് ഒരു സാധാരണ ട്രേഡർ ചിലപ്പോൾ കണ്ടൊന്നും വരില്ല, പക്ഷെ നമ്മൾ മാർക്കറ്റ് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചാർട്ട് അത്ര അനാലിസിസ് നടത്തുന്ന ഒരാൾക്ക്, എസ്പെഷ്യലി ചാർട്ട് റീഡ് ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആ ട്രേഡ് എടുത്തിട്ട് ഒരു 40 പോയിന്റ്സ് വിതിൻ സെക്കൻഡ്സ് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് അല്ലെ. ഓക്കെ, സോ നിങ്ങളത് ആ ഒരു ലോജിക്ക് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്ക്, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ഞാനത് ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ 11:06 എന്ത് എടുത്തു, 11:10 ഓൾമോസ്റ്റ് ഒരു 4 മിനിറ്റ് കൊണ്ട് നമ്മൾ 188 വരെ വന്നു. നമ്മളിത് മാർക്കറ്റ് ഓർഡർ എക്സിറ്റ് അടിച്ചപ്പോൾ 180 കിട്ടിയുള്ളൂ. ഓക്കെ, എനിവേ ഇറ്റ്സ് നോ പ്രോബ്ലം, കാരണം ഒരു 8 പോയിന്റ് അല്ലെങ്കിൽ 7 പോയിന്റ് വ്യത്യാസമുള്ളൂ.
കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ കിട്ടി. ഓക്കെ, സോ ഇതാണ് ആ ട്രേഡ്.